Good morning. Today's class is about the calculation of efficiency of power screws. First, efficiency of square threaded screws. The efficiency of square threaded screws may be defined as the ratio between the ideal effort to the actual effort. Then ideal effort means the effort required to move the load neglecting friction, and the actual effort means the effort required to move the load taking friction into account. ഇപ്പോൾ ഫ്രിക്ഷൻ കൺസിഡർ ചെയ്യുമ്പോഴാണ് ആക്ച്വൽ എഫേർട്ട് വരുന്നത്. ഫ്രിക്ഷൻ കൺസിഡർ ചെയ്യുന്നില്ലെങ്കിൽ നമുക്കതിനെ ആ ഫ്രിക്ഷനെ നെഗ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഐഡിയൽ എഫേർട്ട് കിട്ടും. ദെൻ പി ഈസ് ഈക്വൽ ടു ആക്ച്വൽ എഫേർട്ട്, ദെൻ ദാറ്റ് പി ഈസ് ഈക്വൽ ടു ഡബ്ല്യു ടാൻ alpha plus phi, where alpha is the helix angle and phi is the angle of friction. Phi is the angle of friction. ഇതാണ് ഇക്വേഷൻ, ആക്ച്വൽ എഫേർട്ടിൻ്റെ ഇക്വേഷൻ. പി is equal to w tan alpha plus phi. Okay, then phi is the angle of friction, w is the load to be lifted, and mu is the coefficient of friction. Then that tan phi is equal to mu. If there would have been no friction, then phi will be equal to 0. Phi will be equal to 0. Then the value of effort P0 necessary to raise the load will then be given by the equation PO is equal to, or P naught is equal to W tan alpha. Here phi is equal to 0. An ideal case, ideal effort. In the case of ideal effort, that phi must be equal to 0. Substituting phi is equal to 0 in equation number 1. Okay, then efficiency is equal to ideal effort divided by actual effort, then P naught divided by P, that's equal to W tan alpha divided by W tan alpha plus phi. ഇതാണ് എഫിഷ്യൻസിയുടെ ഇക്വേഷൻ. then നമുക്ക് W ക്യാൻസൽ ചെയ്യാം. tan alpha divided by tan alpha plus phi is equal to the efficiency of the square threaded screw, power screw. In the above expression for efficiency, only the screw friction is considered. അപ്പോൾ അവിടെ സ്ക്രൂ ഫ്രിക്ഷൻ മാത്രമാണ് കൺസിഡർ ചെയ്യുമ്പോഴാണ് ആ ഇക്വേഷൻ കഴിഞ്ഞ പ്രീവിയസ് ഇക്വേഷൻ കിട്ടുന്നത്. ഇനി നമ്മൾ ഈ കോളർ ഫ്രിക്ഷനും കൂടി കൺസിഡർ ചെയ്യുവാണെങ്കിൽ, ഇതാണ് കോളർ, ഈ കോളറാണ് ഇവിടെ ഇതിന് മുകളിലായിട്ട് വെക്കുന്നത്. അപ്പോൾ അവിടെ ഈ കോളർ ഫ്രിക്ഷനും കൂടി കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇതിനൊരു ഔട്ട്സൈഡ് ഡയമീറ്ററും ഉണ്ട്, ഈ കോളറിന് തന്നെ ഒരു ഇൻസൈഡ് ഡയമീറ്ററും ഉണ്ട്. ഇത് രണ്ടിൻ്റെയും മീൻ ഡയമീറ്റർ ആയിട്ട് നമുക്ക് R യൂസ് ചെയ്യാൻ പറ്റും, ക്യാപിറ്റൽ R. അപ്പോൾ ടോർക്ക് റിക്വയർഡ് എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് ഡയമീറ്റർ, ഔട്ട്സൈഡ് റേഡിയസ് ക്യാപിറ്റൽ R1 ഔട്ട്സൈഡ് റേഡിയസ്, R2 എന്ന് പറയുന്നത് ഇൻസൈഡ് റേഡിയസ്. അപ്പോൾ ഇത് രണ്ടിൻ്റെ മീൻ റേഡിയസ് ആയിട്ട് നമുക്ക് ക്യാപിറ്റൽ R യൂസ് ചെയ്യാൻ പറ്റും ആ ഒരു കോളറിൻ്റെ കേസിൽ. അപ്പോൾ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു ടോർക്ക് റിക്വയർഡ് ടു മൂവ് ദ ലോഡ് നെഗ്ലക്റ്റിംഗ് ഫ്രിക്ഷൻ. അത് സെയിം ആണ്, PO ഇൻറ്റു D/2 തന്നെ കിട്ടും. D/2 മീൻസ് ഇതിൻ്റെ ഡയമീറ്റർ, ഈ ഒരു സ്ക്വയർ ത്രെഡ് റോഡിൻ്റെ ഡയമീറ്റർ. ദെൻ ഡിവൈഡഡ് ബൈ ടോർക്ക് റിക്വയർഡ് ടു മൂവ് ദ ലോഡ് ഇൻക്ലൂഡിങ് സ്ക്രൂ ആൻഡ് കോളർ ഫ്രിക്ഷൻ ആണ്. അപ്പോൾ സ്ക്രൂ ഫ്രിക്ഷൻ വരുമ്പോൾ P ഇൻറ്റു D/2 വരും. അത് നമ്മൾ പ്രീവിയസ് സ്ലൈഡിൽ നമ്മൾ നോക്കിയിട്ടുണ്ട് അതിൻ്റെ ഡെറിവേഷൻ. നെക്സ്റ്റ് ഈ കോളർ ഫ്രിക്ഷൻ വരുമ്പോൾ mu1W ഇൻറ്റു ക്യാപിറ്റൽ R. ആ ക്യാപിറ്റൽ R ആക്ച്വലി മീൻ റേഡിയസ് ഓഫ് ദി കോളറാണ്. R1 ആൻഡ് R2 ഔട്ട്സൈഡ് ആൻഡ് ഇൻസൈഡ് റേഡിയസ് ഓഫ് ദി കോളർ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമ്മളുടെ മനസ്സിൽ ഉണ്ടാവണം. ഇതൊരു ഇമ്പോർട്ടൻ്റ് ഇക്വേഷനാണ്. നമ്മൾ ഈ കോളർ ഫ്രിക്ഷന് കൂടി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ എഫിഷ്യൻസിയുടെ കാൽക്കുലേഷൻ. ഓക്കെ, ദെൻ ടോട്ടൽ ടോർക്ക് റിക്വയർഡ് ടു ഓവർകം the friction is equal to T1 plus T2. ഇത് ഞാൻ പറഞ്ഞു, T1 പിന്നെ ഇവിടെ ആവശ്യമുള്ള ടോർക്കാണ്. T2 is equal to ഈ കോളർ ഫ്രിക്ഷനും കൂടി കൺസിഡർ ചെയ്യുമ്പോഴുള്ള കേസ്. അപ്പോൾ ഇഫ് ദി എഫേർട്ട് P1 അപ്ലൈഡ് അറ്റ് ദി എൻഡ് ഓഫ് ലിവർ ഓഫ് ആം ലെങ്ത് L, ഈ L ലെങ്ത് ഉള്ള ഇവിടെയാണ് നമ്മൾ P1 അപ്ലൈ ചെയ്യുന്നതെങ്കിൽ that P1 into L must be equal to P into D/2. That P into D/2 is equal to T1 plus T2.
ഇതാണ് കൺസെപ്റ്റ്. അപ്പോൾ T1 + T2 ആദ്യം കണ്ട് ടോട്ടൽ ടോർക്ക് റിക്വയർഡ് കണ്ടതിന് ശേഷം ആ ടോർക്കിനെ നമ്മൾ P1 × L അതുമായിട്ട് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ടും ഈക്വൽ ആയിരിക്കണം. ആ എഫേർട്ട് P1 വേണമെങ്കിൽ P1 നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇതാണ് അതിൻ്റെ കാൽക്കുലേഷൻ പാർട്ട്. ഓക്കെ, ദെൻ maximum efficiency of a square threaded screw. Here mu is equal to tan alpha divided by tan alpha plus phi. That's equal to tan alpha. നമ്മൾ മാറ്റി എഴുതി, അതിന് മാറ്റി എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോട്ടലായിട്ട് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി, അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കഴിഞ്ഞാൽ അതിനെ വീണ്ടും വേറൊരു ഫോമിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഫൈനലി mu is equal to ഈ ഒരു ഫോം കിട്ടും, ഈ ഒരു ഇക്വേഷൻ കിട്ടും. അവിടെ യൂസ് ചെയ്യുന്ന 2 sin A cos B is equal to sin A plus B plus sin A minus B എന്ന് പറഞ്ഞ ഇക്വേഷൻ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ രണ്ടാമത്തെ ഇക്വേഷൻ യൂസ് ചെയ്യുക. അപ്പോൾ ഇനി മാക്സിമം എഫിഷ്യൻസി കിട്ടുന്ന കേസിലാണെങ്കിൽ നമുക്ക് ഈ ഒരു ന്യൂമറേറ്റർ പാർട്ട് മാക്സിമം കിട്ടണം. അതിന് sin 2 alpha plus phi must be maximum. അപ്പോൾ sin 2 alpha plus phi must be equal to 1, or 2 alpha plus phi must be equal to 90 degree. അപ്പോൾ 2 alpha is equal to 90 degree minus 5 കിട്ടും. then alpha is equal to 45 degree minus pi by 2. ഇനി ഈ വാല്യൂ, ഇതാണ് മാക്സിമം എഫിഷ്യൻസി കിട്ടാൻ വേണ്ട ആൽഫ. അപ്പോൾ ഈ വാല്യൂ എടുത്ത് നമുക്ക് ഈ ഇക്വേഷൻ നമ്പർ 1ൽ ഈ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാക്സിമം എഫിഷ്യൻസി is equal to 1 minus sin phi divided by 1 plus sin phi എന്ന് കിട്ടും. ഇതൊരു ബൈ ഹാർട്ട് പഠിക്കേണ്ട ഇക്വേഷനാണ്, ഇമ്പോർട്ടൻ്റ് ഇക്വേഷനാണ്. mu max is equal to 1 plus sin phi. Mu max is equal to 1 minus sin phi divided by 1 plus sin phi. ഇതാണ് ഇക്വേഷൻ. Then question: a vertical screw with a single start square thread of 50 mm mean diameter and 12.5 mm pitch is raised against a load of 10 kN by means of a hand wheel, the boss of which is threaded to act as a nut. The axial load is taken up by a thrust collar which supports the wheel boss and has a mean diameter of 60 mm. The coefficient of friction is 0.15 for the screw and 0.18 for the collar. If the tangential force is applied by each hand to the wheel is 100 Newton, find the suitable diameter of the hand wheel. Next solution ആണ്. Given D is equal to 50 mm, P is equal to 12.5 mm, W is equal to 10 kN. ഈ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഇപ്പോൾ mu is equal to tan phi ആണ്, അത് സ്ക്രൂവിൻ്റെ കേസിലാണ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ, ഇത് കോളറിൻ്റെ കേസിലാണ്. ഇതൊക്കെ തന്നിട്ടുണ്ട്. ഈ രീതിയിൽ നമുക്ക് വി നോ ദാറ്റ് tan alpha is equal to P by pi into D. ഈ tan alpha ഹെലിക്കൽ ആംഗിൾ ആണ് ആൽഫ. അപ്പോൾ tan of alpha is equal to this one. അപ്പോൾ ഇതും ഈ വാല്യൂസ് ഒക്കെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഡയറക്റ്റായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി ദ ടാൻജൻഷ്യൽ ഫോഴ്സ് റിക്വയർഡ് അറ്റ് ദി സർക്കംഫറൻസ് ഓഫ് ദി സ്ക്രൂ, അത് നമ്മൾ ഓൾറെഡി ആ ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ആ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി വാല്യൂസ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ടത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട്, വി ഓൾസോ നോ ദാറ്റ് ടോട്ടൽ ടോർക്ക് റിക്വയർഡ് ടു ടേൺ ദ ഹാൻഡ് വീൽ. അപ്പോൾ ഹാൻഡ് വീല് പ്രീവിയസ് ഇക്വേഷനിൽ ഈ ഒരു ഫിഗറിൽ നമ്മൾ ഇവിടെ ഈ ഒരു ലിവറിൻ്റെ എൻഡിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുകയായിരുന്നു ചെയ്യുന്നത്. പക്ഷേ ഈ കേസിൽ തന്നത് ഒരു ഹാൻഡ് വീലാണ്. ഇവിടെ ഒരു സർക്കുലർ ഒരു ഹാൻഡ് വീല് കൊടുത്തിട്ടുണ്ട്, സർക്കിൾ ഹാൻഡ് വീല്. അപ്പോൾ ആ ഹാൻഡ് വീലിൽ ഒരു ഹാൻഡ് കൊണ്ട് നമ്മൾ ഇവിടെ ഒരു ടാൻജൻഷ്യൽ ഫോഴ്സ് അപ്ലൈ ചെയ്യും, ഒരു ഹാൻഡ് കൊണ്ട് ഈ സൈഡിലും ടാൻജൻഷ്യൽ ഫോഴ്സ് അപ്ലൈ ചെയ്യും. അപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്തെടുക്കുമ്പോൾ ഒരു ഹാൻഡ് കൊണ്ട് ഈ ഒരു പാർട്ടിൽ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യും, ഒരു ഹാൻഡ് കൊണ്ട് ഈ ഒരു പാർട്ടിലും അപ്ലൈ ചെയ്യും. ഇതിങ്ങനെ ഒരു സർക്കുലർ ക്രോസ് സെക്ഷനാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സെൻറ്റർ എടുത്തു കഴിഞ്ഞാൽ ഇത്രയും ഈ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കും. ഇവിടെയും ഈ ഫോഴ്സ്, ഈ ടാൻജൻഷ്യൽ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കും. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ R1 ആയിട്ട് ഹാൻഡ് വീലിൻ്റെ റേഡിയസ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇക്വേറ്റ് ചെയ്യുന്നത് ഈ ടോർക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ ടോർക്ക് നമ്മൾ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്തു. ഈ ഒരു കോളർ ഫ്രിക്ഷനും ഈ ഒരു സ്ക്രൂവിൻ്റെ ഫ്രിക്ഷനും കൂടി കൺസിഡർ ചെയ്തിട്ടുള്ള ടോർക്ക്, ഇത് പ്രീവിയസ് ഇക്വേഷനാണ്. അതിന് ടോർക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ആ ടോർക്ക് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം അത് ഇക്വേറ്റ് ചെയ്യുന്നത്
2 times P1 into D1 by 2. ഈ P1 എന്ന് പറയുന്നത് നമ്മൾ പിന്നെ ഒരു ഹാൻഡ് കൊണ്ട് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ്. ഇപ്പോൾ 2 ഹാൻഡ് കൊണ്ട് വരുമ്പോൾ 2 ഇൻറ്റു P1 വരും. ആ P1 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 100 ന്യൂട്ടൺ ഇൻറ്റു D1 by 2. D1 എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് ദി ഹാൻഡ് വീലാണ്. അപ്പോൾ അതാണ് ഈ ടോട്ടൽ ടോർക്കുമായിട്ട് ഇവിടെ ഇക്വേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് പിന്നെ 100 D1 ടൈപ്സ് ന്യൂട്ടൺ എം എന്ന് കിട്ടും. ഇനി ഇതാണ് നമ്മൾ ഈ ടോട്ടൽ ടോർക്കുമായിട്ട് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയമീറ്റർ ഓഫ് ദി ഹാൻഡ് വീല് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അതാണ് ഞാൻ പറഞ്ഞത്, ഇതാണ് ഹാൻഡ് വീലെങ്കിൽ ഹാൻഡ് വീലിൽ ഇവിടെ ഒരു ടാൻജൻഷ്യൽ ഫോഴ്സ് ആക്ട് ചെയ്യും, ഒരു ഹാൻഡ് കൊണ്ട് ഇവിടെയും ആക്ട് ചെയ്യും. ഇതാണ് ടാൻജൻഷ്യൽ ഫോഴ്സ് ആയിട്ട് എടുക്കുന്നത്. ഇവിടെ P1 ആക്ട് ചെയ്യും, ഇവിടെയും P1. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യുന്ന ടോർക്ക് എന്ന് പറയുന്നത് ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഇതാണ് ഇതിൻ്റെ സെൻറ്റർ. ഇത് R1 ആയിട്ട് വരും. റേഡിയസ് ഓഫ് ദി ഹാൻഡ് വീൽ എന്ന് പറയുന്നത് R1 ആയിട്ട് വരും. R1 റേഡിയസ് ഓഫ് ദി ഹാൻഡ് വീൽ. അപ്പോൾ ഇതും R1 തന്നെ വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേറ്റ് ചെയ്യുമ്പോൾ 2 times P1 ഇൻറ്റു D1 by 2 എന്ന് വരും. ഓക്കെ, D1 by 2 ആണ് ആക്ച്വലി ഈ R1 ആയിട്ട് എടുക്കുന്നത്. ഇവിടെ കിട്ടുന്ന ഈ R1 എന്ന് പറയുന്നത് D1 by 2 ആണ്. അപ്പോൾ നമുക്ക് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ D1 നമുക്കിവിടെ കിട്ടും. താങ്ക് യു all.